നമസ്തേ. ഇന്ന് നമ്മൾ സംസ്കൃത ഭാഷാ പരിചയ എന്ന ടെക്സ്റ്റിലെ ബ്ലോക്ക് 1 മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് സുഭാഷിതങ്ങളാണ്. യൂണിറ്റ് 3 ആദ്യം വരുന്ന സുഭാഷിതം ധീരാണാം മഹത്വം പ്രതിപാദയതി, ധീരന്മാരുടെ മഹത്വത്തെ പ്രതിപാദിക്കുന്നു. സുഭാഷിതം നോക്കാം. നിന്ദന്തു നീതി നിപുണ യതിവാസ്തുവന്തു ലക്ഷ്മീ സമാവിശതു ഗച്ഛതു വാ യഥേഷ്ടം അദ്യൈവ വാ മരണമസ്തു യുഗാന്തരേ വാ ന്യായാത് പഥ പ്രവിചലന്തി പദം ന ധീരാഹ. ഇത് നീതിശതകം എന്ന പുസ്തകത്തിലേതാണ്. നീതിശതകം എന്ന പുസ്തകം സുഭാഷിതങ്ങളുടേത് മാത്രമായിട്ടുള്ള പുസ്തകമാണ്. 100 സുഭാഷിതങ്ങളാണ് നീതിശതകത്തിലുള്ളത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സുഭാഷിതമാണ് ഇത്. അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. നീതി നിപുണാഹ നിന്ദന്തു, നീതിശാസ്ത്ര വിശാരദന്മാർ, നീതിശാസ്ത്രത്തിൽ പണ്ഡിതന്മാരായിട്ടുള്ളവർ നിന്ദന്തു, നിന്ദിക്കട്ടെ അല്ലെങ്കിൽ നിന്ദിച്ചു കൊള്ളട്ടെ. യതിവാ സ്തുവന്തു, അല്ലെങ്കിൽ സ്തുതിച്ചു കൊള്ളട്ടെ. ലക്ഷ്മി യഥേച്ഛം സമാവിശതു, ലക്ഷ്മി ഐശ്വര്യം യഥേച്ഛം ഇഷ്ടം പോലെ സമാവിശതു വന്നു ചേർന്നു കൊള്ളട്ടെ. ഗച്ഛതു വാ പോയിക്കൊള്ളട്ടെ, ഐശ്വര്യം വന്നുകൊള്ളട്ടെ അല്ലെങ്കിൽ പോയിക്കൊള്ളട്ടെ. മരണം അദ്യ ഏവ വാ യുഗാന്തരേ വാ അസ്തു, മരണം എന്നത് അദ്യ ഇന്നു തന്നെ സംഭവിച്ചോട്ടെ അല്ലെങ്കിൽ യുഗാന്ത്യത്തിൽ യുഗാവസാനത്തിൽ സംഭവിച്ചോട്ടെ. ധീരാഹ ധീരന്മാർ അല്ലെങ്കിൽ ബുദ്ധിശാലികൾ. ന്യായാത് പഥഃ ന്യായമായിട്ടുള്ള മാർഗത്തിൽ നിന്നും, ന്യായത്തിൻ്റെതായിട്ടുള്ള മാർഗത്തിൽ നിന്നും. പഥഃ എന്ന് പറഞ്ഞാൽ മാർഗത്തിൽ നിന്നും. പദം ന വ്യതിചലന്തി. അപ്പൊ ആദ്യം പറഞ്ഞ പഥഃ എന്ന് പറഞ്ഞാൽ വഴിയിൽ നിന്നും എന്നാണ്. പദം എന്ന് പറഞ്ഞാൽ കാല്, ഒരു അടി എന്നാണ് അർത്ഥം. പദം ന വ്യതിചലന്തി, ഒരു അടി പോലും, ഒരു കാലടി പോലും വ്യതിചലിക്കുന്നില്ല. ഒന്നുകൂടെ പറയാം. നീതിശാസ്ത്രത്തിൽ പണ്ഡിതരായിട്ടുള്ളവർ, അറിവുള്ളവർ നിന്ദിച്ചു കൊള്ളട്ടെ അല്ലെങ്കിൽ സ്തുതിച്ചു കൊള്ളട്ടെ. ലക്ഷ്മി ഐശ്വര്യം ഇഷ്ടം പോലെ വന്നുകൊള്ളട്ടെ അല്ലെങ്കിൽ പോയിക്കൊള്ളട്ടെ. മരണം ഇന്നു തന്നെ സംഭവിച്ചോട്ടെ അല്ലെങ്കിൽ എന്താണ് യുഗാന്തരേവ അസ്തു യുഗാന്ത്യത്തിൽ സംഭവിച്ചോട്ടെ. എന്തു തന്നെയായാലും ധീരന്മാർ ബുദ്ധിശാലികൾ ന്യായാത് പഥഃ ന്യായമായിട്ടുള്ള മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്നില്ല, ഒരടി പോലും മാറി സഞ്ചരിക്കുന്നില്ല എന്നാണ് ഈ സുഭാഷിതത്തിൽ പറയുന്നത്. അടുത്ത സുഭാഷിതം നോക്കാം. കരുണാപരാണാം യഥാർത്ഥം ഭൂഷണം, കരുണയുള്ളവരുടെ ദയയുള്ളവരുടെ യഥാർത്ഥത്തിലുള്ള ഭൂഷണം എന്താണ്, അലങ്കാരം എന്താണ് എന്ന് പറയുന്നതാണ്. അത് നീതിശതകത്തിലേത് തന്നെയാണ് ആ സുഭാഷിതവും. നോക്കാം. ശരിക്കും മനുഷ്യന്റെ, ഒരു നല്ല കരുണാമയനായിട്ടുള്ള മനുഷ്യന്റെ അലങ്കാരം എന്താണ് എന്നാണ് ഇതിൽ പറയുന്നത്. ശ്രോത്രം ശ്രുതേനൈവ ന കുണ്ടലേന ദാനേന പാണിർ ന തു കങ്കണേന വിഭാതികായ കരുണാപരാണാം പരോപകാരേണ ന ചന്ദനേന. അപ്പം നമ്മൾ ലൗകിക ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് വസ്തുക്കൾ സൗന്ദര്യവർദ്ധകങ്ങളായിട്ടും
വസ്ത്രങ്ങളായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഭംഗി കൂട്ടുവാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ശരിക്കും മനുഷ്യന് ഭംഗി കൂട്ടുന്നത്, ശോഭ കൂട്ടുന്നത്, അലങ്കാരമാകുന്നത് എന്താണ് എന്നാണ് ഈ സുഭാഷിതത്തിൽ പറയുന്നത്. കരുണാപരാണാം, കരുണാമയന്മാരായിട്ടുള്ള ദയവാന്മാരായിട്ടുള്ള ആളുകൾക്ക് ശ്രോത്രം എന്ന് പറഞ്ഞാൽ ചെവി, ശ്രോത്രം ചെവി അല്ലെങ്കിൽ കർണം. ശ്രോത്രം ശ്രുതേന ഏവ വിഭാതി. ചെവി, കർണം എന്താണ്? ശ്രവിച്ചാണ്, ശ്രവണം കൊണ്ടാണ് ശോഭിക്കുന്നത്. അപ്പോൾ ദയയുള്ളവർക്ക്, ദയവാന്മാരായിട്ടുള്ള മനുഷ്യർക്ക് ചെവി ശ്രവണം കൊണ്ടാണ്, കേൾവി കൊണ്ടാണ് ശോഭിക്കുന്നത്. ന കുണ്ടലേന, കുണ്ടലം കൊണ്ടല്ല, കർണാഭരണങ്ങളിൽ ചെവിയിൽ അണിയുന്ന ആഭരണങ്ങൾ കൊണ്ടല്ല. അപ്പോൾ കരുണാമയനായിട്ടുള്ള ഒരാളുടെ ചെവി ശോഭിക്കുന്നത് കേൾവി കൊണ്ടാണ്, അല്ലെങ്കിൽ ചെവിയിൽ അണിയുന്ന ആഭരണം കമ്മൽ കൊണ്ടല്ല ശോഭിക്കുന്നത്. പാണിഹി, കൈകളാകട്ടെ ദാനേന, ദാനകർമ്മത്താൽ വിഭാതി, ശോഭിക്കുന്നു. അദ്ദേഹത്തിന്റെ കൈകളോ ദാനകർമ്മത്താൽ ശോഭിക്കുന്നു. കങ്കണേന, കങ്കണം എന്ന് പറഞ്ഞാൽ വള എന്നാണ് അർത്ഥം, വള കൊണ്ടല്ല. കായഹ പരോപകാരേണ വിഭാതി. കായഹ എന്ന് പറഞ്ഞാൽ ശരീരം, ശരീരം പരോപകാരേണ, പരോപകാരത്താൽ ശോഭിക്കുന്നു. ചന്ദനേന, ചന്ദനത്താലല്ല. അപ്പോൾ സാധാരണ മനുഷ്യര് ശോഭ കൂട്ടാൻ വേണ്ടി, ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ചെവിയിൽ കമ്മലും കയ്യിൽ വളകളും ശരീരത്തിൽ ചന്ദന ലേപനവും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു പുരുഷന്റെ കരുണാവാന്മാരായിട്ടുള്ള, ദയവാന്മാരായിട്ടുള്ള പുരുഷന്മാർക്ക് ശോഭ നൽകുന്നത്, പുരുഷന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിലുള്ള ജനങ്ങളെയാണ്. അപ്പോൾ ജനങ്ങൾക്ക്, മനുഷ്യർക്ക് ശോഭ നൽകുന്നത് എന്താണ്? ചെവികൾക്ക് കേൾവിയും, പിന്നെ കൈകൾക്ക് ദാനകർമ്മവും, ശരീരത്തിന് പരോപകാരവുമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ശോഭ നൽകുന്നത്, അലങ്കാരമേകുന്നത്, അല്ലെങ്കിൽ ഭംഗി കൂട്ടുന്നത്. അല്ലാതെ കമ്മലോ വളകളോ ചന്ദനലേപനമോ അല്ല എന്നാണ് പറയുന്നത്. അടുത്തതും നീതിശതകത്തിലെ സുഭാഷിതം തന്നെയാണ്. അജ്ഞാനിനാം സദസ്സി മൗനമേവ ഉചിതം. അജ്ഞാനികളുടെ, അറിവില്ലാത്തവരുടെ സദസ്സിൽ, അറിവില്ലാത്തവർ നിരന്നിരിക്കുന്ന സദസ്സിൽ എന്താണ് നല്ലത്? മൗനം ഏവ ഉചിതം, മൗനമാണ് നല്ലത്. സുഭാഷിതം നോക്കാം. സ്വായത്തമേകാന്തഹിതം വിധാത്ര വിനിർമ്മിതം ഛാദനമജ്ഞതായ വിശേഷത സർവവിതാം സമാജേ വിഭൂഷണം മൗനമ പണ്ഡിതാനാം. സ്വായത്തം ഏകാന്തഹിതം വിധാത്ര വിനിർമ്മിതം ഛാദനം അജ്ഞതായാഃ വിശേഷതഃ സർവവിധാം സമാജേ വിഭൂഷണം മൗനം അപണ്ഡിതാനാം. വിധാത്ര, ബ്രഹ്മണ, ബ്രഹ്മാവിനാൽ. വിധാതാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്നാണ് അർത്ഥം. ഇപ്പൊ ബ്രഹ്മാവിനാൽ അജ്ഞതായാഹ, അജ്ഞതയ്ക്ക്, പാണ്ഡിത്യമില്ലായ്മയ്ക്ക്, സ്വായത്തം, സ്വായത്തമായിട്ടുള്ളതും, ഏകാന്തഹിതം, അത്യന്തം ഹിതകരവുമായിട്ടുള്ള, ഛാദനം, ആവരണമായി, മൗനം വിനിർമ്മിതം, മൗനത്തെ നിർമ്മിച്ചിരിക്കുന്നു. വിശേഷതഃ, പ്രത്യേകിച്ച്, സർവവിധാം സമാജെ, സർവജ്ഞരുടെ സദസ്സിൽ, അപണ്ഡിതാനാം മൗനം വിഭൂഷണം ഭവതി, സർവജ്ഞന്മാരുടെ, എല്ലാം അറിയുന്നവരുടെ സദസ്സിൽ മൗനം എന്നത് അലങ്കാരമാകുന്നു. പറയാണ്, ബ്രഹ്മാവിനാൽ അജ്ഞതയ്ക്ക്, അറിവില്ലായ്മയ്ക്ക്, അതിന് സ്വായത്തമായിട്ടുള്ള, സ്വന്തമായിട്ടുള്ളതും അത്യന്തം ഹിതകരവുമായിട്ടുള്ള ഒരു ആവരണമായി, മറവായി മൗനത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് സർവജ്ഞന്മാരുടെ സദസ്സിൽ, മൂഢന്മാർക്ക്, വിഡ്ഢികൾക്ക് മൗനം ആണ് അലങ്കാരം. അപ്പൊ പണ്ഡിതന്മാരാൽ നിറഞ്ഞിട്ടുള്ള സദസ്സിൽ എന്താണ്? മൗനം അവലംബിക്കുന്നതാണ്, ആശ്രയിക്കുന്നതാണ് നല്ലത് എന്നാണ് ആ സുഭാഷിതത്തിൽ പറയുന്നത്.
അടുത്തതും നീതിശതകത്തിലേത് തന്നെയാണ്. ഗുണരഹിതാഹ മാനവാഹ മൃഗ സമാനാഹ. യാതൊരു ഗുണങ്ങളും ഇല്ലാത്തതായിട്ടുള്ള മനുഷ്യർ മൃഗങ്ങൾക്ക് തുല്യരാണ് എന്ന് പറയുന്ന സുഭാഷിതമാണ്. നോക്കാം. യേഷാം ന വിദ്യ ന തപോ ന ദാനം ജ്ഞാനം ന ശീലം ന ഗുണോ ന ധർമ്മ തേ മർത്യലോകേ ഭുവി ഭാരഭൂത മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി. യേഷാം ന വിദ്യ ന തപഃ. യേഷാം ജനാനാം, യാതൊരു ജനങ്ങൾക്കാണോ യാതൊരു മനുഷ്യർക്കാണോ, ന വിദ്യ, വിദ്യയില്ലാത്തത്, വിദ്യാഭ്യാസമില്ലാത്തത്, അറിവില്ലാത്തത്, ന തപഃ, തപസ്സില്ലാത്തത്. തപസ് എന്ന് പറഞ്ഞാൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുവാനുള്ള കഴിവ്, ആ തപസ് ഇല്ലാത്തത്. ന ദാനം, ദാനശീലമില്ലാത്തത്. ന ജ്ഞാനം, അറിവ് ഇല്ലാത്തത്. ന ശീലം, ശീലം സൽസ്വഭാവമില്ലാത്തത്. ന ഗുണഃ, സൽഗുണങ്ങളില്ലാത്തത്. ന ധർമ്മഃ, ധർമ്മങ്ങളില്ലാത്തത്. തേ, അങ്ങനെയുള്ള മനുഷ്യർ. അപ്പൊ യാതൊരു മനുഷ്യർക്കാണോ വിദ്യ, തപസ്, ദാനം, ജ്ഞാനം, ശീലം, സൽഗുണങ്ങള്, ധർമ്മങ്ങൾ ഇവയൊന്നുമില്ലാത്തത്, തേ, അങ്ങനെയുള്ള മനുഷ്യർ മർത്യലോകേ, മനുഷ്യരുടെ ലോകത്തിൽ അല്ലെങ്കിൽ ഈ ഇഹലോകത്തിൽ, ഭുവി, ഭൂമിക്ക്, ഭാരഭൂതാഹ മൃഗാഹ, ഭാരം ചെയ്യുന്നതായിട്ടുള്ള ഭാരകാരികളായിട്ടുള്ള മൃഗാഹ, ജന്തുക്കൾ, മൃഗങ്ങൾ എന്നതുപോലെ മൃഗങ്ങൾ മനുഷ്യരൂപേണ ചരത്തി, മൃഗങ്ങളായിക്കൊണ്ട് മനുഷ്യരുടെ രൂപത്തിൽ സഞ്ചരിക്കുന്നു. ഇവിടെ പറയുന്നത് യാതൊരുവന് വിദ്യയും തപസ്സും ഇല്ലയോ, ദാനശീലവും അറിവും സൽസ്വഭാവവും ഇല്ലയോ, സദ്ഗുണങ്ങളും ധർമ്മവും ഇല്ലയോ, ആ ജനങ്ങൾ മനുഷ്യലോകമാകുന്ന ഭൂമിയിൽ ഭാരരൂപത്തിൽ മൃഗങ്ങളായി മനുഷ്യരൂപത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ലാത്ത മനുഷ്യർ ഭൂമിക്ക് ഭാരമായിട്ടുള്ള മൃഗങ്ങൾ മാത്രമാണ്. ആ മൃഗങ്ങൾ എങ്ങനെയാണ്? മനുഷ്യരൂപത്തിൽ സഞ്ചരിക്കുന്നു എന്നു മാത്രം എന്നാണ് ഈ സുഭാഷിതത്തിൽ പറയുന്നത്. അപ്പോൾ അറിവ്, തപസ്, ദാനശീലം, ജ്ഞാനം ഇത്തരത്തിലുള്ള നല്ല ഗുണങ്ങളൊന്നും ഇല്ലാത്തവർ മൃഗതുല്യരായിരിക്കും. അവരാകട്ടെ മനുഷ്യരൂപത്തിൽ ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് നിലകൊള്ളുന്നു. ഇതുവരെയുള്ള സുഭാഷിതങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നീതിശതകത്തിലേത് തന്നെയാണ്. സംസ്കാരയുക്ത വാണ്യേവ നരസ്യ ഭൂഷണം. സംസാരയുക്തമായിട്ടുള്ള വാണി, വാക്കാണ് നരസ്യ, മനുഷ്യന് ഭൂഷണം, അലങ്കാരമായിട്ടുള്ളത്. അപ്പോൾ നല്ല സംസ്കാര സമ്പന്നമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറയുന്ന സുഭാഷിതമാണ്. പ്രസിദ്ധമായ സുഭാഷിതമാണ്. പല സന്ദർഭങ്ങളിൽ നമുക്ക് കോട്ട് ചെയ്ത് പറയാവുന്ന സുഭാഷിതമാണ് ഇത്. കേയൂരാണി ന ഭൂഷയന്തി പുരുഷം ഹാരാ ന ചന്ദ്രോജ്വല ന സ്നാനം ന വിലേപനം ന കുസുമം നാലങ്കൃതാ മൂർധജാ വാണ്യേകാ സമലങ്കരോതി പുരുഷം യാ സംസ്കൃതാ ധാര്യത്തെ ക്ഷീയന്തെ ഖലു ഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. നമ്മൾ കേട്ടിട്ടുണ്ടാവും വാഗ്ഭൂഷണം ഭൂഷണം എന്ന് എപ്പോഴും പറയുന്ന വാചകമാണ്. വാക്കാണ് ഏറ്റവും വലിയ അലങ്കാരം. നല്ല വാക്കുകളെ പറയുവാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറയുന്നതാണ്. നോക്കാം. പുരുഷം, ഒരു മനുഷ്യനെ, നരനെ, കേയൂരാണി, ശിരോ അലങ്കാരം. കേയൂരം എന്ന് പറഞ്ഞാൽ ശിരസിലണിയുന്ന അലങ്കാരങ്ങൾ. കേയൂരാണി, ശിരോ അലങ്കാരങ്ങൾ, ന ഭൂഷയന്തി, അലങ്കരിക്കുന്നില്ല. ചന്ദ്രോജ്വലാഹ ഹാരാഹ ന ഭൂഷയന്തി. കേയൂരം എന്ന് ഉദ്ദേശിക്കുന്നത് തോൾവളകൾ എന്ന അർത്ഥത്തിലും ഉദ്ദേശിക്കുന്നുണ്ട്.
ഇപ്പൊ പുരുഷന്മാരെ, പണ്ടത്തെ രാജാക്കന്മാരൊക്കെ തോൾ വളകൾ അണിയും, ശിരസ്സിൽ അലങ്കാരങ്ങൾ അണിയും. അങ്ങനെയുള്ള തോൾ വളകളോ ശിരോ അലങ്കാരങ്ങളോ ഒന്നും തന്നെ ഒരു പുരുഷനെ അലങ്കരിക്കുന്നില്ല. ചന്ദ്രോജ്വലാഹ ഹാരാഹ ന ഭൂഷയന്തി, ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള മാലകളും അലങ്കരിക്കുന്നില്ല. സ്നാനം നല്ല സുഗന്ധലേപനങ്ങൾ പുരട്ടിയുള്ള കുളി ശോഭിക്കുന്നില്ല. വിലേപനം നല്ല സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടുന്നതും അലങ്കരിക്കുന്നില്ല. കുസുമം ന അലങ്കൃതാഹ മൂർധജാഹ ന, കുസുമം പൂക്കൾ അലങ്കരിക്കുന്നില്ല. അലങ്കൃതാഹ മൂർധജാഹ, അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള ശിരസ് അല്ലെങ്കിൽ ശിരോ അലങ്കാരങ്ങൾ അലങ്കരിപ്പിക്കുന്നില്ല. യാ സംസ്കൃത ഏക വാണീ ധാര്യതേ, യാതൊരു സംസ്കാര സമ്പന്നമായിട്ടുള്ള വാക്കുകളാണോ ഉള്ളത്, ആ വാക്കുകളാണ് ഒരു മനുഷ്യനെ അലങ്കരിക്കുന്നത്. ഭൂഷണാനി സതതം ക്ഷീയന്തേ ഖലു, മറ്റുള്ള ഭൂഷണങ്ങളെല്ലാം നിരന്തരമായി നശിച്ചു പോകുന്നു. എന്നാൽ വാഗ്ഭൂഷണം, ഭൂഷണം വാക്ക് എന്ന അലങ്കാരമാണ് സ്ഥായിയായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള അലങ്കാരമായിട്ടുള്ളത്. ഒന്നുകൂടെ നോക്കാം. സുഭാഷിതം എന്താണ്? കേയൂരാണി ന ഭൂഷയന്തി പുരുഷം ഹാരാന്ന ചന്ദ്രോജ്വല, ന സ്നാനം ന വിലേപനം ന കുസുമം നാലങ്കൃതാ മൂർധജ, വാണ്യേകാ സമലങ്കരോതി പുരുഷം യാ സംസ്കൃതാ ധാര്യതേ, ക്ഷീയന്തേ ഖലു ഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. അപ്പോൾ ഒരു മനുഷ്യനെ കേയൂരാണി തോൾവളകൾ അലങ്കരിക്കുന്നില്ല. ചന്ദ്രോജ്വലാഹ ഹാരാഹ ന ഭൂഷയന്തി, ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നവയായിട്ടുള്ള ഹാരങ്ങൾ മാലകൾ അലങ്കരിക്കുന്നില്ല. സ്നാനം ന കുളി അലങ്കരിപ്പിക്കുന്നില്ല. വിലേപനം ന സുഗന്ധലേപനങ്ങൾ അലങ്കരിക്കുന്നില്ല. കുസുമം ന പൂക്കളോ അല്ലെങ്കിൽ അലങ്കൃതാഹ മൂർധജാഹ അലങ്കരിച്ച മുടിയോ അലങ്കരിക്കുന്നില്ല. യാ സംസ്കൃത ഏക വാണീ ധാര്യതേ, സംസ്കാര സമ്പന്നമായ വാക്ക് യാതൊന്നാണോ ഉള്ളത്, ആ വാക്ക് മാത്രമാണ് സ്ഥായിയായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള അലങ്കാരമായിട്ടുള്ളത് എന്നാണ് ഈ സുഭാഷിതത്തിൽ പറയുന്നത്. ഇത്തരത്തിൽ വളരെ മഹത്വപൂർണമായിട്ടുള്ള സുഭാഷിതങ്ങളാണ് മൂന്നാമത്തെ യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. ശ്ലോകം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നതാണ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത യൂണിറ്റ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതുവരേക്കും